നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഒരു മാജിക് പോലെ നിറവേറാൻ ഈ പേപ്പറിൽ ഒരേ ഒരു തവണ മാത്രം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതിയാൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനടി തന്നെ നിറവേറ്റാൻ ശക്തിയുള്ള ഏഞ്ചൽ നമ്പർ യന്ത്രം എഴുതുന്ന രീതിയാണ്. വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്നൊരു മെത്തേഡാണിത്. കളിയായിട്ടെങ്കിലും ഒരേ ഒരു തവണ മാത്രം ഇതൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതാണ്. ഈ യന്ത്രം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ധാരാളം ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചും സ്വിച്ച് വേർഡ്സുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എത്ര ന്യായമായ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഈ ഏഞ്ചൽ നമ്പർ യന്ത്രം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ ഏഞ്ചൽ നമ്പർ എന്താണെന്ന് നോക്കാം. ഏഞ്ചൽ നമ്പർ എന്താണെന്ന് ഇതിനു മുൻപുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി ഒരു തവണ കൂടി പറയാം. പൊതുവായി ഓരോ നമ്പറിനും അതുല്യമായ ഊർജങ്ങളും ശക്തികളും ഉണ്ട്. ചില പ്രധാന സംഖ്യകൾ തുടർച്ചയായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ആ നമ്പറിലുള്ള ഊർജങ്ങളും ശക്തികളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ത്യയിലുള്ളവരെക്കാളും വിദേശത്തുള്ളവർക്കാണ് ഏഞ്ചൽ നമ്പറുകളിൽ കൂടുതൽ വിശ്വാസം. ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനികളിൽ ഒരാളായിരുന്ന നിക്കോളാസ് ടെസ്ലയ്ക്ക് പോലും ഏഞ്ചൽ നമ്പറിനുമേൽ അത്രയേറെ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ടെസ്ല കോഡ് എന്നറിയപ്പെടുന്ന 369 എന്ന നമ്പർ അദ്ദേഹം അടിക്കടി പ്രയോജനപ്പെടുത്തിയിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിലെ റൂമിന്റെ നമ്പർ പോലും 369 എന്ന കൗണ്ടിംഗ് അല്ലെങ്കിൽ കോമ്പിനേഷൻ വരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത്. അത്രയേറെ ശക്തിയാണ് ഏഞ്ചൽ നമ്പറുകൾക്കുള്ളത്. ഇനി ജ്യോതിഷപരമായി നോക്കിയാൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നവഗ്രഹങ്ങളിലെ 9 ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഏഞ്ചൽ നമ്പറുകൾ എന്നത് ഒരു സെറ്റ് ഓഫ് പവർഫുൾ കോമ്പിനേഷൻ ഓഫ് നമ്പറാണ്. ഡബിൾ ഡിജിറ്റ് മുതൽ 20 ഡിജിറ്റ്സ് വരെ ഈ ഏഞ്ചൽ നമ്പറുകളുടെ സീരീസ് ഉണ്ട്. ഈ നമ്പറുകളെ റിപ്പീറ്റഡായി ചില തവണകൾ നമ്മൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരുന്നാലോ ആ നമ്പറിലുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നതാണ്. ഓരോ ഏഞ്ചൽ നമ്പറിനും ഓരോ വിധത്തിലുള്ള ഫലങ്ങളാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനമായ സകല ഏഞ്ചൽ നമ്പേഴ്സും ഒരുപോലെ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കളിയായിട്ടെങ്കിലും നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഈ ഏഞ്ചൽ നമ്പറുകൾ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ. അതിനുശേഷം നിങ്ങൾ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഒരു ദിവസത്തിൽ ഒരേ ഒരു മിനിറ്റ് മാത്രം ഈ ഒരു മെത്തേഡിന് വേണ്ടി നിങ്ങൾ ടൈം ചിലവാക്കിയാൽ മതിയാകും. ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല. ഏത് ദിവസം വേണമെങ്കിലും ഇത് ആരംഭിക്കാവുന്നതാണ്. കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന ഈ യന്ത്രം ഒരു വരയിടാത്ത പേപ്പറിലാണ് വരയ്ക്കേണ്ടത്. ഇനി പേപ്പർ എടുക്കുമ്പോൾ വൈറ്റ് കളറിലെ പേപ്പറാണ് എടുക്കേണ്ടത്. ഇനി വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ദിവസവും ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായ ചാർട്ട് പേപ്പർ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പർ യന്ത്രം നിങ്ങൾ വരയ്ക്കേണ്ടത്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന, പെൻസിൽ, മാർക്കർ, ഹൈലൈറ്റർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി ഒരു കാരണവശാലും റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് പേന കൊണ്ട് ഈ യന്ത്രം വരയ്ക്കുവാൻ പാടില്ല. ഇനി വരയ്ക്കേണ്ട ആ ഏഞ്ചൽ നമ്പർ യന്ത്രം ഏതാണെന്ന് നോക്കാം. ഇനി ഇത് വരയ്ക്കുമ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വളരെ നീറ്റായിട്ട് വേണം വരയ്ക്കുവാൻ. സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായി വരയ്ക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും.
എന്നാൽ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്നാൽ ഓരോ കോളത്തിലും നമ്പർ എഴുതുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകുന്ന അല്ലെങ്കിൽ കാണാവുന്ന രീതിയിൽ വേണം ഇതിൽ ഓരോ സംഖ്യകളും എഴുതുവാൻ. അതായത് 11, 88, 44, 99, 55, 22, 66, 33, 77, 11, 88, 44, 99, 55, 22, 66, 33, 77. ഇനി ഇത് വരയ്ക്കുമ്പോൾ ഒരുപാട് വലിയ പേപ്പറിൽ വരയ്ക്കണമെന്നില്ല. നിങ്ങളുടെ ഉള്ളം കൈയുടെ വലുപ്പത്തിലുള്ള പേപ്പർ എടുത്ത് അതിൽ ഈ ഏഞ്ചൽ നമ്പർ യന്ത്രം വരയ്ക്കാവുന്നതാണ്. ഈ ഏഞ്ചൽ നമ്പർ യന്ത്രം വരച്ചതിന് ശേഷം ആ പേപ്പറിന്റെ മറുവശത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് ഒരു വരിയിൽ അല്ലെങ്കിൽ മാക്സിമം 2 വരിയിൽ എഴുതുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പാരഗ്രാഫ് പോലെ എഴുതരുത്. ഒരു വാക്ക് അല്ലെങ്കിൽ മാക്സിമം 3 വാക്കിനുള്ളിൽ ഇത് എഴുതേണ്ടതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിവാഹ തടസ്സമാണ് നേരിടുന്നതെങ്കിൽ വിവാഹം എന്നെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല വിവാഹ ജീവിതം എന്നും എഴുതാവുന്നതാണ്. ഇനി ഒരു തൊഴിലിനു വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ നല്ല ജോലി എന്നെഴുതാവുന്നതാണ്. ഇനി കടബാധ്യത തീരണമെന്ന് ആഗ്രഹിക്കുന്നവരും പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടാതെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും പണവരവ് എന്നെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ മണി ഫ്ലോ എന്നും എഴുതാവുന്നതാണ്. ഇനി ഒരു കുഞ്ഞിനു വേണ്ടി വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സന്താന ഭാഗ്യം എന്നെഴുതാവുന്നതാണ്. ഇനി ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ തൊഴിലിൽ ഉയർച്ച എന്നെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ തൊഴിലിൽ അഭിവൃദ്ധി എന്നെഴുതാവുന്നതുമാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യാഭർതൃ ഒത്തൊരുമ എന്നെഴുതാവുന്നതാണ്. ഇനി ശാരീരികപരമായി ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉള്ളവരാണെങ്കിൽ നല്ല ആരോഗ്യം എന്നെഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് സിമ്പിളായി 1 അല്ലെങ്കിൽ 2 വാക്കിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. ഇനി നിങ്ങൾക്ക് ഒരു 4 ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ 4 യന്ത്രം വരച്ച് ആ 4 യന്ത്രത്തിനു പിന്നിലും നിങ്ങളുടെ 4 ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ടോ അത്രയും യന്ത്രം വരച്ച് ആ യന്ത്രത്തിന് പുറകിലായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ്. ഒരേ സമയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതാതെ ഒരു സമയത്ത് ഒരു 5 ആഗ്രഹത്തിന് വേണ്ടി ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ 5 ആഗ്രഹം സാധിച്ചതിന് ശേഷം അടുത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതേ രീതിയിൽ തന്നെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ദിവസവും ഒരേ 1 മിനിറ്റ് ഇത് നിങ്ങൾ നോക്കേണ്ടതാണ്. ദിവസവും 1 മിനിറ്റ് ഇത് കാണുക. അതിനുശേഷം ആ യന്ത്രത്തിന് പിന്നിൽ നിങ്ങൾ എന്താണോ എഴുതിയത് അത് ഒരു തവണ വായിക്കുക. ദിവസവും ഇതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. പേപ്പറിൽ എഴുതി വെച്ച നിങ്ങളുടെ ആഗ്രഹം അതിശയിക്കത്തക്ക വഴികളിൽ അത് നിറവേറുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം നിറവേറിയതിനു ശേഷം ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ചു കളയാവുന്നതാണ്. ഏതു ദിവസവും അല്ലെങ്കിൽ ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് കത്തിച്ചു കളയാവുന്നതാണ്. ഇനി ഒരേ സമയത്ത് 4 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ സാധിച്ചത് ആ ഒരു പേപ്പർ മാത്രമേ കത്തിച്ചു കളയുവാൻ പാടുള്ളൂ. ഇനി ഈ പേപ്പർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നത് വരെ ഭദ്രമായി വെക്കേണ്ടതാണ്. നിങ്ങളുടെ അലമാരയിലോ മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ലോക്കറിലോ അങ്ങനെ എവിടെയും വെക്കാവുന്നതാണ്. എവിടെ വെച്ചാലാണ് ദിവസവും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത് അവിടെ ഈ യന്ത്രം വെക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഒരു മാജിക് പോലെ നടക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് രണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.